ഞാൻ എൻ്റെ കുട്ടിനെ കാണാതെ ഞാൻ എങ്ങനെയാ പോവുക? ഞാൻ എന്താ എൻ്റെ പെരി ചെന്നിട്ട് ഓളോട് ഞാൻ പറയും? ഓള് ചോദിക്കൂല എൻ്റെ കുട്ടിനെ കണ്ടോന്ന്. എന്തായി? ഞാൻ എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നു. നിങ്ങളെ മോനോ? ഇവിടെ ജോലി ചെയ്യണം? ഇവിടെ ജോലി ചെയ്യണം. ആരാണ് നിങ്ങളെ മോന്? ജംഷീർ ആണോ എൻ്റെ പേര്? ജംഷീർ സാറിന്റെ ആരാങ്ങള്? ഞാൻ ഓന്റെ വാപ്പ്. ജംഷീർ സാറിന്റെ വാപ്പയെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, ജംഷീർ സാറേ, ഞങ്ങളെ കാണാൻ ഒരാൾ വന്നിക്കണ്. ആരാ? നിങ്ങളെ ഉപ്പായെന്നാ പറഞ്ഞേ. ഉപ്പേ? ഇവിടെ താഴത്തുണ്ട്. എന്താ ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ ഒരു കാര്യം ചെയ്യ്. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്, എന്നിട്ട് പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഇയാളെന്തിനാ ഇങ്ങോട്ട് പണ്ടാരക്ക്? സ്റ്റാഫുകളടിയിലും മാനം കിടാ നാട്ടും പുറത്തെ കോലം വേഷം ഉപ്പ. പിന്നെ സാറ് ഇവിടെ ഇല്ല, പുറത്ത് ഡ്യൂട്ടിയിലാണ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ ഓഫീസിക്ക് പോയിന്ന് പറഞ്ഞേ. എപ്പ വിളിച്ചിട്ടല്ലേ വെച്ചേ? സാറ് പുറത്ത് ഡ്യൂട്ടിയില്ല, ഇപ്പൊ കാണാൻ പറ്റില്ല. ഞങ്ങൾ പോയിട്ട് പിന്നെ വരും. ഒന്ന് വിളിക്കുക. നിങ്ങൾ പോയിങ്ങാണ്ട് പിന്നെ വരും. സാർ ഇവിടെ ഇല്ലേ? ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരികയാണ്. എനിക്ക് ഓനെ കാണും നിർബന്ധം. അപ്പോൾ ഒന്നും കൂടി ഓനെ വിളിച്ചു നോക്കി. ചേടാ, ഇയാള് പോയില്ലേ ആവും. CC ക്യാമറ ചെക്ക് ചെയ്യാം. ചേട്ടാ, ഇയാള് പോയില്ലേ? ഇന്നെ മാനം കെടുത്തി അടങ്ങൂ. ഹലോ ഹലോ, ഇയാളെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അയാളെ പറഞ്ഞു വിടാന്? നിങ്ങളെ കണ്ടിട്ടേ പോകും തന്നെ, ഒരേ കരച്ചില്ല. നിനക്ക് ജോലി വേണോ അതോ പറയണ അനുസരിച്ച് അതാ നല്ലേ? പുറത്താക്കി വിടണോ? നിങ്ങൾ പോയിങ്ങാണ്ട് പിന്നെ വരും. ഇന്ന് സാർ ഇവിടെ വരൂല, വൈകുന്നേരം ആവും. പറഞ്ഞാലും മനസ്സിലാവില്ല. നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞത് എന്താ മനസ്സിലാവാത്ത? ഇപ്പൊ കാണാൻ കഴിയൂല, പോകാൻ പറ്റൂല. ഇങ്ങോട്ട് വരും. ഇപ്പൊ ഇവിടെ സാറില്ല ഇവിടെ. ഒന്ന് കാണാൻ പോകാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലാക്കി കാക്ക, നിങ്ങൾ പണിയിൽ ഇങ്ങോട്ട് വരും. ഇറങ്ങി എന്ത് കാക്ക, നിങ്ങൾ പറഞ്ഞാ തിരിയൂല. നിങ്ങളോടല്ലേ പറഞ്ഞു, ഇപ്പൊ കാണാൻ കഴിയൂലെന്ന് പറഞ്ഞില്ലേ? ഓരോന്ന് രാവിലെ തന്നെ മെനക്കെടുക്കാറ്. ഞാൻ എൻ്റെ കുട്ടിനെ കാണാതെ ഞാൻ എങ്ങനെയാ പോവുക? ഞാൻ എന്താ എൻ്റെ പെരി ചെന്നിട്ട് ഓളോട് ഞാൻ പറയും? ഓള് ചോദിക്കൂല എൻ്റെ കുട്ടിനെ കണ്ടോന്ന്. എന്താ എന്ത് പറ്റി? എണീക്ക് എണീക്ക്. എന്ത് പറ്റി? ഒരു മിനിറ്റ്, വെള്ളം വേണോ? ഒരു മിനിറ്റ്. നിങ്ങൾ എവിടെ നിന്നാക്കാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരിക. എന്റെ മോനുണ്ട് ഇവിടെ കമ്പനി പണിയെടുക്കും. എവിടെ കമ്പനിയിലാണ്? ഇവിടെ ഏതൊരു കമ്പനിയിലാ. ഞാൻ ഓനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ നിങ്ങൾ പോയില്ല? ഞാൻ പോയപ്പോ കമ്പനിയിൽ ഇല്ലാന്ന് പറഞ്ഞു. എന്തെങ്കിലും വയ്യാതെ എന്തെങ്കിലും? ഞാൻ ഇന്നലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് രാവിലെ പുറപ്പെട്ടതാ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഭക്ഷണം അല്ല വേണ്ടി, പിന്നെ മോനെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ എണീക്ക്, മോനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടെ ഏത് കമ്പനിയിലാന്ന് പറഞ്ഞത് അത് ഞാൻ കണ്ടുപിടിച്ചു തരാം കേട്ടോ. നിങ്ങൾ എണീക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എണീക്ക്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കേട്ടോ. നമുക്ക് ആദ്യം എന്തേലും ഒന്ന് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ നിങ്ങളെ മോനെ ഞാൻ കണ്ടുപിടിച്ചു തരാം കേട്ടോ.
അല്ല അക്ക നിങ്ങളെ സ്ഥലം എവിടെയാണ്? ഞാനൊരു നാട്ടുപുറത്തുകാരനാ. ഒരു 5-8 മണിക്കൂറാണ് ഇവിടെ എത്തിപ്പെടാൻ. വേറെ ആരും ഇല്ല നിങ്ങൾക്ക്? എനിക്ക് ആരുമില്ല. ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഈ മോൻ തന്നെ ഉള്ളൂ. ഓ നല്ല ഉഷാറന്നെ. ഓ പെണ്ണ് കെട്ടി ജോലിയും കിട്ടി ഇങ്ങോട്ട് പോന്നതാ. പിന്നെ ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല, അതാണ്ട് കട്ടാക്കും. ഒരു വിവരമില്ലായിട്ട് അന്വേഷിച്ച് പോന്നതാ. നമുക്കറിയണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട. നമുക്ക് എന്താ വേണ്ട കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളെ മോനെ കണ്ടുപിടിച്ച് നിങ്ങളെ കയ്യിൽ എത്തിച്ചേരും പോരെ? ഒന്നുകൂടെ വന്നേ. ജംഷി സാർ വന്നില്ലേ? ഒന്നുകൂടെ വരാം. പറഞ്ഞ സാറേ. പിന്നെ ഞാൻ വിളിപ്പിച്ചതേ, ഈ അഡ്രസ്സിൽ ആളറിയോ? അറിയില്ല. ഈ അഡ്രസ്സിൽ ആളൊന്ന് തിരക്കണം കേട്ടോ. ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒന്ന് ആരോടും ഒന്ന് അന്വേഷിച്ച് നോക്കി അഡ്രസ്സിൽ ആൾ കേട്ടോ. നോക്കാം. അറിയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഇല്ല, അറിയില്ല. ഓക്കെ, ശരി. ഇക്ക, നിങ്ങൾ അറിയില്ല എന്നാണല്ലോ മോൻ പറയുന്നത്. എനിക്കറിയില്ല എന്താ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടാൾ കൂടി ആകെ ഒരു മോനുള്ളൂ. മോനെ കുറേ വിളിച്ചിട്ട് കിട്ടായിട്ട് ഒന്ന് പോയി നോക്കി എന്നിട്ട് പോകുന്നത്. അത്ര ദൂരം പോകുന്നത്. ഷോൻ അങ്ങനെയാണല്ലോ പറയുന്നത്. എന്താ ചെയ്യും? എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞു? എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ റൂമിലിരിക്കാൻ വിളിക്കാം. ജംഷി, എന്താ സാറേ? താങ്കൾ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ല. അതെന്താ കാര്യം? കാര്യകാരണങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. ഇനി മുതൽ ഇവിടെ ജോലി തുടരണം. അതെങ്ങനെ ശരിയാവും സാറേ? ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയിക്ക് അവാർഡൊക്കെ തന്നു, ഇപ്പൊ എന്നെ പിരിച്ചുവിടാൻ കാര്യം എന്താണ്? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ താങ്കൾ ഇനി കമ്പനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. സാറേ, അതിന്റെ റീസൺ പറയും. റീസൺ അറിയണം? അറിയണം. ഇക്ക ഒന്ന് വരും. ഇയാളറിയോ? മോനെ, ഈ വാപ്പാനെ അറിയില്ല എന്ന് പറഞ്ഞില്ലടാ. എന്റെ ഒരു വിവരം ഇല്ലായിട്ട് ഇമ്മ എന്നെ പറഞ്ഞയച്ചതാ. ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. ഇയാൾ അറിയോന്നാ ചോദിച്ചത്? അറിയാം. പിന്നെ നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്വന്തം വാപ്പാനെ തള്ളി പറയുന്ന താനൊക്കെ പിന്നെ എന്തിനാ ഈ കമ്പനിക്ക്? ഒരു സത്യസന്ധയില്ലാത്ത താനെ ഈ കമ്പനിക്ക് ഇനി വേണ്ട. മനസ്സിലായോ? എന്ത് സോറിയടോ? ഇവിടെ ഇന്ന് നീ ഇവിടെ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ കാരണം ആരാ? ഇയാൾ ആ നാട്ടിൻപുറത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ചിട്ടാണോ നീ ഇന്ന് ഇവിടുന്ന്? അറിയോ? ഇപ്പൊ നിനക്ക് മൂപ്പരെ കാണുമ്പോ കുറച്ചിലാണോ, അതോ നാട്ടിൻപുറത്തുകാരനായിട്ടാ? മൂപ്പര് ഈ കമ്പനിക്ക് വന്ന സ്റ്റാഫുകളുടെ ഇടയിൽ നീ കുറഞ്ഞു പോവോ? ഇത് മനുഷ്യനാണോ നീയൊക്കെ? പിന്നെ നിന്നെയൊക്കെ എങ്ങനെയാണോ ഞാൻ ഈ കമ്പനിയിൽ വെക്കുന്നത്? എന്ത് സോറി? നിന്നൊക്കെ സോറി? നീ എന്നോടല്ല സോറി പറയണ്ട, നീ പുള്ളിയോട് പോയി സോറി പറ. നിന്റെ വാപ്പാനോട് പോയി സോറി പറയണം. ജോലി തുള്ളി വന്നിറക്കാൻ ഒന്ന് പോയി നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ എത്ര ദൂരം വന്നത്. പുറത്തുനിന്ന് മാറി ഇല്ലടാ.